അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മജീദ് ബാഖവി ഉസ്താദ് അവറുകൾ, സംയുക്ത ജമാഅത്തിന്റെ സമാദരണീയരായ പ്രവർത്തകർ, ഏറെ വൈകിയും ഈ സദസ്സിന്റെ ദുആ പ്രതീക്ഷിച്ച് വളരെ സ്നേഹത്തോടെ കടന്നു വന്ന എൻ്റെ ഉപ്പമാർ, ഉമ്മമാർ, പ്രിയ സഹോദരങ്ങൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുദീർഘമായൊരു പ്രഭാഷണത്തിന്റെ സദസ്സല്ല, മുഖ്യപ്രഭാഷണം നമ്മുടെ സദസ്സിൽ അവസാനിച്ചു കഴിഞ്ഞതുമാണ്. വളരെ കൃത്യമായ നിലക്ക് ഫലസ്തീൻ സമൂഹം നേരിടുന്ന കിരാതമായ ക്രൂരതകളും മർദ്ദനമുറകളും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ വിഷയങ്ങളും വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട കബീർ ബാഖവി ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെ ചില ആളുകൾക്കെങ്കിലും ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾക്ക് മാറാനും ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളത് വസ്തുതയാണ്. ആയിരക്കണക്കിന് ആളുകള് വേദനയും പ്രയാസവും സഹിക്കുന്ന ഒരു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംയുക്ത ജമാഅത്തിന്റെ വിളി കേട്ട് ഇവിടേക്ക് കടന്നു വന്നവരാണ്. ഓരോ മനുഷ്യർക്കും അറിയാം അവരുടെ വേദനയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയും എത്രത്തോളമാണ് എന്നുള്ളത്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര പ്രയാസങ്ങളാണ് ആ സമൂഹം സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുമക്കളെന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹമായിട്ട് നൽകിയതൊന്നാണ്. വളരെ നിഷ്ഠൂരം അവരെ കൊല ചെയ്തു കളയുന്ന ഇസ്രായേലിന്റെ സയനിസ്റ്റ് സമൂഹത്തോട് ഒരിക്കൽ പോലും നമുക്ക് ഐക്യപ്പെടാൻ കഴിയുകയില്ല. കാലവും ചരിത്രവും അത് തന്നെയാണ് നമുക്ക് മുമ്പേ വരച്ച് പഠിപ്പിച്ചു മനസ്സിലാക്കി തരുന്നത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്നോ ഇന്നലെയോ തുടക്കം കുറിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ പ്രബോധന പ്രവർത്തകരുമായി നമ്മിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ കാലം മുതൽക്കേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായിട്ട് അടുത്തിടപഴകുകയും ഇസ്ലാമിന്റെ ശാദ്വല തീരങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു വരികയും ചെയ്തത് മുതൽ സത്യവിശ്വാസത്തിന്റെ വക്താക്കൾക്ക് എന്നും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെയാണ്. അത് ജീവിതത്തിൽ അവരുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കുന്നതിനു വേണ്ടി നൽകുന്നതാണെന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു മനസ്സിലാക്കി തരുന്നത്. ഫലസ്തീൻ ജനത വിശ്വാസി സമൂഹത്തിന് ആത്മീയമായ മനോബലത്തിന് ഒരു വലിയ ഒരു ഉദാഹരണമാണ്. ഓരോ ചരിത്രങ്ങൾ നമ്മൾ പരതുമ്പോഴും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആവിർഭ കാലഘട്ടം മുതൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവർ, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചവർ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചവർ, അവരുടെ ജീവിതത്തിൽ എന്തും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ആ പ്രശ്നത്തിന്റെ നടുവിലൂടെ മുസ്ലിം സമുദായം കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഈമാനികമായ മനോബലം, അതാണ് ഫലസ്തീനിന്റെ ഗസ്സയുടെ മക്കള് നമുക്ക് മുമ്പ് സമ്മാനിക്കുന്നത്. അവിടെയാണ് നമ്മൾ അവരുടെ ഈമാനിനെ കുറിച്ചൊന്ന് പഠിക്കേണ്ടുന്നതും മനസ്സിലാക്കേണ്ടുന്നതും. ലോകത്തെ ഏറ്റവും വലിയ വംശഹത്യ ഉന്മൂലന സിദ്ധാന്തവും പേര് നടക്കുന്ന ഇസ്രായേലിന്റെ സയനിസ്റ്റ് വർഗങ്ങൾ
ഒരു സമൂഹത്തെ മുഴുവനും തച്ചു തകർക്കാൻ അവരുടെ തലമുറ പോലും ബാക്കി ഉണ്ടാവരുത് എന്ന കൃത്യമായ ആഗ്രഹത്തോടും കൃത്യമായ അജണ്ടയോടും കൂടി അവരെ നടപ്പിലാക്കുന്ന ഫാസിസമാണ് ഇസ്രായേല് ഫലസ്തീനിന്റെ മണ്ണിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അക്രമങ്ങൾക്കൊന്നും ഫലസ്തീനിന്റെ മക്കളെ തുടച്ചു നീക്കുവാനോ അതല്ല എങ്കിൽ ഇസ്രായേലിന് അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുവാനോ മുസ്ലിം സമുദായത്തിന്റെ ഖിബലയായ ബൈത്തുൽ മഖ്ദിസ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ കാലാകാലം അവരുടെ കയ്യിൽ വെച്ചു പുലർത്തുവാനോ അവർക്ക് കഴിയില്ല എന്നുള്ളതും അള്ളാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സമൂഹത്തിന് നൽകിയൊരു വാഗ്ദത്തമാണ്. ശുഭപ്രതീക്ഷയാണ് സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിലൂടെ കടന്നുപോയൊരു സമൂഹത്തെ പെട്ടെന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രം ഇസ്ലാമിന്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുസ്ലിം സമുദായം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റവും അധികം നേരിട്ടതിന് ശേഷം മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയത് എന്ന് പലപ്പോഴും പല ചരിത്രങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരാശയമുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു സമൂഹം ഏറ്റുവാങ്ങുമ്പോ ആ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മനോബലത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് ഫലസ്തീനിൽ നടന്നത് ഒരുപക്ഷെ ഇനി നമുക്കും അത് ഏൽക്കേണ്ടി വന്നേക്കാം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സമൂഹത്തിന്റെ കൂടപ്പിറപ്പായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും അകത്തും വിവിധ രാഷ്ട്രങ്ങളിൽ ഈ സമൂഹം നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ വളരെ കൃത്യമായിട്ട് ഈ സമൂഹം മനസ്സിലാക്കുകയും ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം മഹാനായ താക്ക ഉസ്താദ് പറഞ്ഞതുപോലെ അതൊരു പ്രാർത്ഥനയുടെ മനോബലമാണ്. അള്ളാഹു സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ്. തന്റെ പൊന്നുമക്കൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞതിന്റെ അടിയിൽ നിന്ന് തന്റെ പൊന്നുമക്കളുടെ കഷണങ്ങളെ വലിച്ചൂരിയെടുക്കുന്ന പിതാവിന്റെ കണ്ടനാളം ഇടറിയതോ കണ്ണുനീർ പൊഴിക്കുന്ന കാഴ്ചയോ അല്ല ഗസയുടെ മണ്ണിൽ നമ്മൾ കാണുന്നത്. എന്റെ മക്കൾ മരിച്ചാലും കുഴപ്പമില്ല, ഇനി ഞാൻ മരിക്കേണ്ടുന്ന ഒരു സാഹചര്യം കടന്നു വന്നാലും കുഴപ്പമില്ല, ഏത് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വന്നാലും ശരി, ഒരു ശുഭപ്രതീക്ഷ ഗസയുടെ മക്കൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അത് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പ് പറഞ്ഞു തന്നൊരു ശുഭപ്രതീക്ഷയാണ്. ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ജൂദായിസത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ആ മസ്ജിദുൽ അഖ്സയിൽ നിർഭയത്വത്തോടുകൂടി വിശ്വാസി സമൂഹം ആരാധന കർമ്മം നിർവഹിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് ഒരു ശുഭപ്രതീക്ഷ നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് 6 അടയാളങ്ങൾ രൂപപ്പെടുമത്രേ. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് 6 അടയാളങ്ങൾ രൂപപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വഫാത്തി, അത് എന്റെ മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ ഒന്ന് അള്ളാന്റെ റസൂലിന്റെ വഫാത്താണ്. മറ്റൊന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ മോചനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിന്റെ മണ്ണില് ജൂദായിസം എത്രത്തോളം മോശകരമായ കിരാതമായ അക്രമുറകൾ നടത്തിക്കൊണ്ടുവന്നാലും ശരി, ഫലസ്തീനിന്റെ മക്കളെ തുരുത്താനുള്ള സർവമാന ആയുധ സജ്ജീകരണങ്ങളുമായിട്ട് അവർ കടന്നു വന്നാലും ശരി, അവസാനം ഫലസ്തീനിന്റെ മക്കള്, ഗസയുടെ മക്കള്, ഹമാസിന്റെ മക്കള് അവരുടെ പുഞ്ചിരി കാണാതെ ഈ ലോകം അവസാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയില്ലെന്ന് ഈ സമൂഹത്തിന് ശുഭപ്രതീക്ഷ നൽകിയത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രതിസന്ധികൾ നമ്മുടെ കൂടപ്പിറപ്പാണ്. പ്രയാസങ്ങള് ഈ സമൂഹത്തിന്റെ കൂടപ്പിറപ്പാണ്.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മനോബലത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ മോശക്കാരികളായ ചില ഭരണാധികാരികളെ പരിചയപ്പെടുത്തി തരുന്ന കൂട്ടത്തില് അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹാബ, അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്നത് ആരെന്നറിയോ? കിടങ്ങിന്റെ ആൾക്കാരാണ്, അവര് കൊല്ലപ്പെടട്ടെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. തന്റെ പ്രജകളോട് കരുണയില്ലാത്ത ഒരു രാജാവ്, തന്റെ പ്രജകളോട് അവരുടെ ക്ഷേമവും ഐശ്വര്യവും വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കേണ്ടുന്ന, തീരുമാനിക്കപ്പെടേണ്ടുന്ന രാജാവ്, രാജ്യത്തിന്റെ ഭരണാധികാരി തന്റെ ജനതയ്ക്ക് നൽകപ്പെടേണ്ടുന്ന അവകാശങ്ങളെ കൊടുക്കാതെ അതിനെ മറച്ചുവെച്ചൊരു സമൂഹം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നതും അത് തന്നെയാണ്. കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണെന്നറിയോ അവര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിനെ, അവന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചതിന്റെ പേരിൽ ഒരു സമൂഹത്തെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച വളരെ ക്രൂരനായിട്ടൊരു രാജാവിനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നത് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം പറഞ്ഞിട്ടാണ്. വലിയ കിടങ്ങുകൾ അവര് ഭൂമിക്ക് അടിയിൽ ഉണ്ടാക്കുകയാണ്. വലിയ കിടങ്ങുകൾ അവര് ഭൂമിക്കടിയിൽ കുഴിച്ചുണ്ടാക്കുകയാണ്. എന്നിട്ട് ആ കിടങ്ങിലേക്ക് വലിയ തീജ്വാല നിറക്കുകയാണോ? എന്നിട്ടോ അവരിലെ ഓരോ ആളുകളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചതിന്റെ പേരില് ആ ജനങ്ങളിൽ ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ വൃദ്ധരെന്നോ വേർതിരിവില്ലാതെ ഓരോ ആളുകളെയും അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കിടങ്ങിന്റെ ആളുകള് വളരെ ശക്തമായി അവരുണ്ടാക്കി വെച്ച തീജ്വാലയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒരു ഉമ്മ തന്റെ കുഞ്ഞുമകനെയും തോളിലേറ്റിക്കൊണ്ട് അടുത്ത ഊഴത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. രാജാവിന്റെ കിങ്കരന്മാര് ഓരോരുത്തരെയായിട്ട് കിടങ്ങിലേക്ക് വലിച്ചെറിയുകയാണ്, കത്തി അമരിയുകയാണ് അവര്. ആ സമയത്താണ് ഒരു മാതാവ് തന്റെ കൈക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കത്തിയാളുന്ന തീജ്വാലയുടെ ചാരത്തേക്ക് കടന്നു വരുന്ന ഒരു ചരിത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീന ത്വയ്യിബയിൽ ഇരുന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. സഹാബ, കൈക്കുഞ്ഞുമായിട്ട് കടന്നു വന്ന ഉമ്മ തന്റെ പിഞ്ഞോപന പൈതലിനെ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചതിന്റെ പേരില് തീജ്വാലയിലേക്ക് വലിച്ചെറിയാൻ നിർബന്ധിതയാകുന്ന ഒരു സാഹചര്യം. വലിച്ചെറിയാൻ തുടങ്ങുമ്പോ മാതൃഹൃദയമാണല്ലോ, തന്റെ പൊന്നുമക്കൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിതുമ്പാത്ത, കണ്ണീര് തൂകാത്ത ഒരു ദിവസവും ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഇല്ലാത്തവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉമ്മ തന്റെ പൊന്നുമകനെ, തന്റെ പൊന്നു കുഞ്ഞിനെ ആ തീജ്വാലയിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ആ കൊച്ചുകുട്ടി പറഞ്ഞത്, ഉമ്മ, എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ നൊമ്പരപ്പെടുന്നത്? എന്തിനാണ് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്? രാജാവ് വിധിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരില് എനിക്കും നിങ്ങൾക്കും വിധിക്കുന്നത് ഈ കാണുന്ന കിടങ്ങിന്റെ ഉള്ളിൽ സജ്ജീകരിച്ച തീജ്വാലയാണെങ്കിൽ അതിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ അസത്യത്തിന്റെ വാഹകരല്ലല്ലോ, നമ്മൾ അസത്യം പ്രചരിപ്പിച്ചവരല്ലല്ലോ, ഒരു രാജ്യത്ത് അക്രമം ഉണ്ടാക്കിയവരല്ലല്ലോ. അള്ളാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഇത് നാം നേരിടേണ്ടി വരുന്നതെങ്കിൽ ഉമ്മ, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നമ്മൾ ഹക്കിന്റെ ഭാഗത്താണെന്ന് ആ കുട്ടി ആ മാതാവിനോട് വിളിച്ചു പറഞ്ഞുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മൾ ഈമാനിന്റെ വിഷയത്തിൽ ഫലസ്തീനിന്റെ മക്കളെ നേടിയെടുത്ത, ഒരിക്കൽ പോലും നമുക്ക് മറക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാരും പരീക്ഷണ ഘട്ടത്തിൽ നേടിയെടുത്ത ഹൃദയംഗമായ ഈമാനികമായ ഒരു തീജ്വാല അവരുടെ ഹൃദയത്തിൽ നിറക്കാൻ ഫലസ്തീനിന്റെ മക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അടിയുറച്ച വിശ്വാസത്തില് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ കൈവിടാത്തവ സമൂഹത്തിനെ അള്ളാഹു സഹായിക്കുമത്രേ. പ്രതിസന്ധി ഘട്ടത്തിൽ ശത്രുവിനോടൊപ്പം കൂടുന്നവനെ അല്ല, ശത്രുവിന് ജയ് വിളിക്കുന്നവരെയല്ല,
മുസ്ലിമായതിന്റെ പേരിൽ ഒരു പക്ഷേ ഞങ്ങളെ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണി മുഴക്കുന്നവരല്ല. ഇനി മതം വിട്ടിട്ട് ഇസ്ലാമല്ലാത്തൊരു മതത്തെ പുലുകിയാൽ ഈ രാജ്യത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്ന് പ്രത്യാശിക്കുന്നവരെ അള്ളാഹുവിന്റെ സഹായം വന്നെത്തുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ മുറുകെ പിടിച്ചവർക്കാണ്. മൂസാ നബിയുടെ ചരിത്രം പഠിക്കുമ്പോഴും അള്ളാന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കുമ്പോഴും 114 മുമ്പ് നടന്ന മുഴുവൻ ചരിത്രത്തിന്റെ അതേ പകർപ്പ് ഫലസ്തീനിന്റെ മണ്ണിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ നഷ്ടപ്പെട്ടവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, കൊള്ളയടിക്കപ്പെട്ടവർ, ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചു കളയുന്ന തരത്തിലേക്ക് ഇസ്രായേലിന്റെ ജൂത സൈനിസ്റ്റുകള് അവർക്കു നേരെ കോപ്പ് കൂട്ടുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിന് ഫലസ്തീനിന്റെ മക്കൾ ഈമാനിന്റെ വിഷയത്തിൽ ഒരു മാതൃകയാണ്. അവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ച ഈമാനികമായൊരു തേജസ് ഒരു നിലനിൽപ്പിന്റെ വിഷയത്തിൽ മുമ്പിൽ അടിയറവ് വെക്കേണ്ടുന്ന സാഹചര്യത്തിൽ പോലും ഈമാനിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. മരണമാണ് ഞങ്ങൾ ഏൽക്കേണ്ടി വരുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ സജ്ജരാണ്. ഞങ്ങളെ മക്കൾ മരിച്ചുപോയാൽ, ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ ഞങ്ങൾ പിന്മാറുമെന്ന് സൈനിസ്റ്റുകള് കരുതി പോയിട്ടുണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലും അക്രമം കൊണ്ട് ഞങ്ങളുടെ ഈമാനിന്റെ ജ്വാലയെ നിങ്ങൾക്ക് കെടുത്തിക്കളയാൻ കഴിയില്ലെന്ന് ഫലസ്തീനിന്റെ കുരുന്നു മക്കള് 100 പ്രാവശ്യം ശത്രുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെ പോലുള്ള യന്ത്രത്തോക്കുകൾ ഞങ്ങളുടെ കയ്യിലില്ല, കട്സ് മിസൈലുകൾ ഞങ്ങളുടെ കയ്യിലില്ല, അതുപോലുള്ള ആയുധ സജ്ജീകരണങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല. ചെറുത്തുനിൽപ്പിനു വേണ്ടി ഞങ്ങളുടെ കയ്യില് ഒരു കരിക്കല്ലിന്റെ കഷണമാണെങ്കിലും ശരി, ജൂദായിസമേ നിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയടിക്കുന്നത് വരെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പടപൊരുതാൻ തയ്യാറാണെന്ന് ഹമാസിന്റെ മക്കൾ, ഫലസ്തീനിന്റെ ഗസയുടെ മക്കള് സധൈര്യം അവരുടെ മുമ്പ് നിന്ന് പ്രഖ്യാപിക്കുമ്പോ മുസ്ലിം സമുദായത്തിന് അവരോട് ഐക്യപ്പെടാതിരിക്കാൻ കഴിയില്ല. മാനുഷിക മൂല്യം ജീവിതത്തിൽ ചോർന്നു പോകാത്തവർ, മാനുഷിക മൂല്യത്തിന് വില കൽപ്പിക്കുന്നവർ, അത് മതമുള്ളവരാവട്ടെ അത് മതമില്ലാത്തവരാവട്ടെ, ഫലസ്തീനിന്റെ മക്കളോടൊപ്പം മാത്രമാണ് ചേർന്നു നിൽക്കേണ്ടുന്നത്. നമ്മുടെ രാജ്യം മുമ്പ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന നീതിയും അത് തന്നെയാണ്. ഇതിന്റെ മുമ്പും പല ഭരണകർത്താക്കൾ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. അന്നൊക്കെയും കൃത്യമായ നിലപാട് ഇന്ത്യ രാജ്യത്തിന്റെ മതേതര മനസ്സ് 100% ഫലസ്തീനിന്റെ മക്കളോടൊപ്പമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഫാസിസം അലങ്ങ് തലക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഫാസിസം അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിമാണോ പ്രതിസ്ഥാനത്ത്, അത് ഇരയെന്നോ അക്രമിയൊന്നോ ഇല്ല. ഏത് സ്ഥാനത്ത് മുസ്ലിമാണോ അവർക്ക് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന പോളിസിയും ഏറിക്കൊണ്ട് ഇന്ന് ചില ഫാസിസ്റ്റ് വക്താക്കൾ അവരുടെ പ്രൊഫൈൽ പിക്ചറുകളിൽ പോലും സോഷ്യൽ മീഡിയകളിൽ പോലും അവർക്ക് ലഭിക്കുന്ന പൊതു സദസ്സുകൾ പോലും ഇസ്രായേലിന് അനുകൂലമായിട്ട് സിന്ദാബ് വിളിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് പോലും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ത്യയുടെ മതേതര മണ്ണ് ഫാസിസ്റ്റ ശക്തികളുടെ മനസ്സിനെ കുറിച്ചല്ല, ഇന്ത്യയുടെ മതേതരത്വം ചോർന്നു പോകാത്ത മതേതര ഹൃദയം എന്നും ഫലസ്തീനിന്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവനും ഫലസ്തീനിനു വേണ്ടി ഐക്യദാർഢ്യം വിളിക്കുന്നത്. അടിമകളായവർ, ഉടമകളായവർ, അടിമകളായൊരു ചരിത്രമാണ് ഫലസ്തീനിന് പറയാനുള്ളത്. തന്റെ അവകാശം, തന്റെ ഭൂമി, തന്റെ വാസസ്ഥലം, തന്റെ പാർപ്പിടം അത് തിരിച്ചു പിടിക്കാനുള്ള അവരുടെ പ്രയത്നത്തിനൊപ്പം കൂടിച്ചേരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയും ഐക്യദാർഢ്യവും അവർക്ക് ഏറെ ആവശ്യമാണ്. ഖുദ്സിന്റെ വിമോചനം അവിടെയാണ് ഇതൊരു മുസ്ലിമിന്റെ പൊതുവിഷയമായിട്ട് മാറുന്നത്, മുസ്ലിം സമുദായത്തിന്റെ വിഷയമായിട്ട് മാറുന്നത്. ബൈത്തുൽ മഖ്ദിസ് മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 16, 17, 18 മാസത്തോളം ഖിബലയായിട്ട് അല്ലാഹു നിശ്ചയിച്ച പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ അത് മുസ്ലിം സമുദായത്തിന്റെ കയ്യിലേക്ക് കിട്ടിയേ കഴിയൂ. അത് മുസ്ലിമിന്റെ അവകാശപ്പെട്ട സ്വത്ത് തന്നെയാണ്.
അത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയേണ്ടതാണ്. മുസ്ലിം സമുദായത്തിന്റെ ആരാധനയ്ക്കു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കപ്പെട്ട പവിത്രമായ ഒരു മണ്ണാണ് ബൈത്തുൽ മഖ്ദിസിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ മണ്ണ്. ആ മണ്ണ് മുസ്ലിം സമുദായത്തിന് കാലങ്ങളായിട്ട് കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ടു. പിന്നീട് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് അത് തിരിച്ചു പിടിച്ചു. ഒരു പ്രശ്നത്തിനുള്ള ഒരു സാഹചര്യം മുസ്ലിം സമുദായം അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചരിത്രം നമ്മൾ പഠിക്കണം. ഏതെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ചിലരുടെ ചരിത്രം വിചിന്തനം കാണുമ്പോൾ ഓർക്കും, ഇസ്രായേൽ ഫലസ്തീൻ വിഷയം തുടങ്ങിയിട്ട് ഏതാണ്ട് നവംബർ മാസം 7-ാം തീയതി തുടങ്ങിയതാണ് എന്നാണ് പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഉണ്ടായത് എന്ന് പലപ്പോഴും നമ്മൾ അങ്ങനെ ധരിച്ചുപോയി. മുസ്ലിം ഐഡന്റിറ്റികൾ പോലും പലപ്പോഴും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം. ചരിത്രം നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കാത്തതിന്റെ കുറവാണ് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക്. പേരുമാറ്റിയാൽ ചരിത്രം മറന്നുപോകുമെന്ന് വിചാരിച്ച കൂപമണ്ഡൂപങ്ങളാണവർ. പേരുമാറ്റിയാൽ ചരിത്രം മാറില്ല എന്ന് എന്തേ അവർക്ക് മനസ്സിലാകാത്തത്? ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഫലസ്തീൻ കീഴടക്കിയിട്ട് കടന്നു വരുന്ന ഒരു രംഗം ചരിത്രം പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. കഴുതപ്പുറത്തു തന്റെ ഭൃത്യനാണ്. താഴെ നടന്നു വരുന്നത് ഖലീഫ ഉമറാണ്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ ഖലീഫയെ നോക്കിയിരിക്കുകയാണ് ക്രൈസ്തവ പുരോഹിതന്മാർ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുയുടെ വരവ് കണ്ടു അവർക്ക് ശങ്കയായി. ആരാണ്? കഴുതപ്പുറത്ത് ഇരിക്കുന്ന ആളാണോ രാജാവ്? അതല്ല, താഴെ നടന്നു വരുന്ന മനുഷ്യനാണോ ഖിലാഫത്തിന്റെ അമീർ? ഉമർ തങ്ങൾ പറഞ്ഞു, താഴെ നടന്നു വരുന്ന ഞാനാണ് ഉമർ, ഞാനാണ് ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ 2ാമത്തെ ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവരുമായിട്ട് ചർച്ച നടത്തി. ഒരു പ്രശ്നമില്ലാത്ത നിലക്ക് ക്രൈസ്തവ സമൂഹം ബൈത്തുൽ മഖ്ദിസ് അടക്കം മസ്ജിദുൽ അഖ്സ അടക്കം ഉമർ തങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരു നിബന്ധന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കൃത്യമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് അവരുടെ ആരാധന നടത്താനുള്ള സൗകര്യം നിങ്ങൾ ഇവിടെ തരണം. 2, ജൂത സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് തുരുത്തി ഓടിക്കണം. ആരോടാ പറഞ്ഞത്? ഇസ്ലാമിന്റെ ഖലീഫ സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ അഖ്സയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആരാധനാ കർമ്മം ക്രിസ്ത്യൻ പാതിരിയുമായുള്ള ചർച്ചക്കൊടുവിൽ ആരാധനാ കർമ്മത്തിന് സമയമായപ്പോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരതുന്ന കാണുമ്പോൾ അവർ ചോദിച്ചു, എന്തേ ഉമറേ, ആരാധനയ്ക്ക് ബാങ്ക് വിളിച്ചല്ലോ? ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞത് ഞങ്ങളുടെ ഈ പള്ളിക്കുള്ളിൽ നിസ്കരിക്കാമല്ലോ. ഉമർ തങ്ങൾ അവിടെ പറഞ്ഞ മറുപടിയാണ് കാലോചിതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കാലോചിതമായിട്ട് പറഞ്ഞ മറുപടിയാണ്, ഈ ക്രൈസ്തവ ആരാധനാലയത്തിന്റെ ഉള്ളിൽ ഉമർ എങ്ങാനും നമസ്കാരം നടത്തി ഇനി നാളെ എന്റെ സമൂഹം ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടാക്കാൻ ഉമർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ പുറത്തു ഞാൻ നിസ്കരിക്കുന്നുവെന്ന് പാതിരിയോട് പറഞ്ഞ സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം സമുദായത്തിന് ഒരു നാട്ടില് കാലുഷികതയും പ്രശ്നവും ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മുടെ മതവും നമ്മുടെ പ്രവാചകനും വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നത് അത് തന്നെയാണ്. ഇത് തന്നെ മതി ഫലസ്തീനിന്റെ ചരിത്രത്തിൽ ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയേറെ സമയം അധികരിച്ചു കഴിഞ്ഞു. ഇനിയും വാക്കുകൾ നീട്ടുന്നതിൽ അർത്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ മക്കൾക്ക് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഖുദ്സിന്റെ വിമോചകരായ ഹമാസിന്റെ മക്കളെ അല്ലാഹു സ്വീകരിക്കട്ടെ. അവരിലെ ശുഹദാക്കളെ അല്ലാഹു സ്വീകരിക്കട്ടെ. അവരുടെ പ്രയാസത്തിനും പ്രതിസന്ധികൾക്കും പകരം അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഐക്യപ്പെടാം. പ്രാർത്ഥനയാണ് സത്യവിശ്വാസിയുടെ ആയുധം. സാമൂഹികമായ നിങ്ങളുടെ ദുആയിലും ഒറ്റയ്ക്കുള്ള ദുആകളിലുമൊക്കെയും ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.